കുറുന്തോട്ടിക്ക് വാദം എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. വാതരോഗത്തിന് കൈകണ്ട ഔഷധമാണ് കുറുന്തോട്ടി. ആ കുറുന്തോട്ടിക്ക് വാദം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിരോധാഭാസമാണ്. അങ്ങനെ ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമാകാൻ വേണ്ടി ചില അവസരവാദികൾ അല്ലെങ്കിൽ ചില അധികാരമോഹികൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പണം കൊടുത്തു എന്ന രീതിയിലുള്ള ആരോപണം. ഈ സമീപകാലത്തായിട്ട് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം കണ്ടറിഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. അതിലധികം പേരും CPM-കാരാണ്. കുറച്ച് പേർ 2-3 പേർ CPI-കാരാണ്. മറ്റേ ഘടകകക്ഷികൾക്കൊക്കെ ഒറ്റയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ദോഷം പറയരുതല്ലോ. ഇന്ത്യൻ നാഷണൽ ലീഗിന് കൊടുത്തിട്ടുണ്ട്, NCPക്ക് കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ് എസിന് കൊടുത്തിട്ടുണ്ട്, കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ട്, തള്ള ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ട്, മറ്റ് പല ഗ്രൂപ്പുകൾക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള മാർഗ്ഗമാണ് ഈ PSC മെമ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എണ്ണം മാത്രമല്ല, ഗുണവും നല്ലപോലെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ എല്ലാം നല്ലപോലെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനിയും നല്ലപോലെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഇത് 2 കൊല്ലമെങ്കിലും PSC മെമ്പറായിട്ടിരുന്നാൽ ആയുഷ്കാലത്തേക്ക് പെൻഷൻ കിട്ടും എന്ന ഒരു വലിയ ആകർഷകത്വം കൂടി ഈ പണിക്കുണ്ട്. പിന്നെ PSC മെമ്പറായിരിക്കുമ്പോൾ ഒരുപാട് പേരെ നിയമിക്കാനുള്ള അവസരം ഉണ്ടാകും. പബ്ലിക് സർവീസ് കമ്മീഷൻ വളരെ സുതാര്യമായിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ് സങ്കല്പം. സങ്കല്പം മാത്രമല്ല, മിക്കവാറും കാര്യങ്ങളിൽ യാഥാർത്ഥ്യം അത് തന്നെയാണ്. നമ്മുടെ മറ്റ് പല സംവിധാനങ്ങളും ദൂഷിച്ച് വളരെ മോശപ്പെട്ട ജീർണിച്ച ചീഞ്ഞളിഞ്ഞ ഒരവസ്ഥയിലെത്തിയിട്ടും പബ്ലിക് സർവീസ് കമ്മീഷൻ ആ നിലയിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും കുറേയൊക്കെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് സുതാര്യമായിട്ടും പരീക്ഷകൾ നടത്തുന്ന അർഹരായ ആളുകൾക്ക് നിയമനം കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് PSC കരുതപ്പെടുന്നത്. മറ്റ് സർക്കാർ സംവിധാനങ്ങളിലുള്ള പോലെ അഴിമതിയോ കെടുകാര്യസ്ഥതയോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ PSCയിൽ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ് എന്നാണ് സങ്കല്പം. അവിടെയാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഈ സ്ഥാപനത്തിൽ വളരെയധികം പ്രതീക്ഷ വച്ച് പുലർത്തുന്നത്. കാരണം കോഴ കൊടുക്കാനില്ലാത്തവർക്ക്, ശുപാർശ പറയാനില്ലാത്തവർക്ക് ജോലി ലഭിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിക്കുള്ള നിയമനങ്ങളാണ്. സ്വകാര്യ മാനേജ്മെൻറ്റുകളിലോ അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഒന്നും സത്യസന്ധമായിട്ടോ സുതാര്യമായിട്ടോ പരീക്ഷകൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ നിയമനം നടക്കുന്നില്ല. എപ്പോഴും ഏറ്റവും കഴിവില്ലാത്ത ആൾക്ക്, അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ആൾക്ക്, അല്ലെങ്കിൽ ഏറ്റവും അധികം കോഴ കൊടുക്കാൻ കഴിവുള്ള ആൾക്കാണ് മിക്കവാറും സ്ഥലങ്ങളിലും ജോലി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിവുള്ളവർക്ക്, കോഴ കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ കോഴ കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ജോലി കൊടുക്കാനാണ് PSC ഉള്ളത്. അതാണ് നമ്മൾ ഇന്നലെ വരെ ധരിച്ചത്. അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയാണ് ഇപ്പോൾ മങ്ങലേൽപ്പിക്കപ്പെടുന്നത്. ഏറ്റവും ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാകുന്നത് NCPയിലാണ്. NCPക്ക് അനുവദിച്ചിട്ടുള്ള പോസ്റ്റിൽ PSC മെമ്പർ സ്ഥാനത്തേക്ക് ജോലി കിട്ടാൻ, സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എറണാകുളത്തുള്ള ഒരു അഭിഭാഷക സാമാന്യ തരക്കേടില്ലാത്തൊരു സംഖ്യ പാർട്ടിക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവർക്ക് നിയമനം കിട്ടുന്നില്ല. അതിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്ത് വേറൊരു സ്ത്രീ അവസരം തട്ടിയെടുത്തു എന്നായിരുന്നു അപവാദം, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ആരോപണം. അത് അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഈ CPM-വുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു വിവാദം വീണ്ടും പൊട്ടിമുളച്ച് വന്നിട്ടുള്ളത്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, കോഴിക്കോടുള്ള ഒരു ഹോമിയോ ഡോക്ടറും ഭർത്താവും പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമാകാൻ വേണ്ടിയിട്ട് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അടുപ്പക്കാരനാണെന്ന് കരുതപ്പെടുന്ന ഒരു യുവ നേതാവിന് പണം കൊടുത്തു എന്നുള്ളതാണ്. യുവ നേതാവ് മന്ത്രി റിയാസിൻ്റെ ഒരു അടുപ്പക്കാരനെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. റിയാസിൻ്റെ അനുവാദത്തോടാണോ അനുവാദത്തോടുകൂടി അല്ലയോ ഈ പണം കൈപ്പറ്റിയത് എന്നറിയില്ല. ഏതായാലും റിയാസിൻ്റെ പേര് കൂടി ഉപയോഗിച്ചിട്ടാണ് പണം കൈപ്പറ്റിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് നിൽക്കുന്നു. അതിനെക്കുറിച്ച് പോലീസിൽ പരാതി കൊടുക്കാൻ ആ സ്ത്രീ ആദ്യഘട്ടത്തിൽ തയ്യാറാവുന്നില്ല. പാർട്ടി നേതൃത്വത്തിന് പരാതി കൊടുക്കുന്നു. പാർട്ടി പ്രശ്നം പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രശ്നം പഠിച്ച് ഒരു തീരുമാനത്തിലെത്തും എന്ന കാര്യത്തിൽ നമുക്ക് സംശയത്തിന് അവകാശമില്ല. പക്ഷേ അതിൽ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. കാരണം പാർട്ടി നേതാക്കൾ പണം കൈപ്പറ്റിയെന്ന് ഒരിക്കലും പാർട്ടി സമ്മതിക്കില്ല. അപ്പോൾ ഈ കൊടുത്ത കാശ് തിരിച്ചു കൊടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ജനതാദൾ സെക്യുലറിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം. അവിടെയും അവർക്ക് അനുവദിക്കപ്പെട്ട ഒരു PSC അംഗ സ്ഥാനമുണ്ട്. പക്ഷേ ആ അംഗത്തെ നിശ്ചയിക്കുന്നതിൽ, നിയമനം നടത്തുന്നതിൽ പാർട്ടി വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നതിൽ 1 വർഷമായിട്ട് ഈ പോസ്റ്റ് വേക്കൻ്റായി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് വേക്കൻ്റായി കിടന്നാൽ അത് നാട്ടിൽ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് ബാധിക്കും.
ജോലി കിട്ടേണ്ട ആളുകൾക്ക് സമയത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പരീക്ഷണം നടത്താനുള്ള സംവിധാനം PSCക്ക് ഇല്ലാണ്ടാവും. രണ്ടാമത് ഈ സീറ്റ് ഒഴിവാക്കിയിട്ടിരിക്കുന്നത് കൂടിയ വിലക്ക് ലേലം വിളിക്കുന്ന ആളുകൾക്ക് വിൽക്കാനാണ് എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ മന്ത്രിയുടെ വിരുദ്ധ ഗ്രൂപ്പും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് PSCയിലെ ഈ കച്ചവടം നടക്കാത്തത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ശരിയായിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. അല്ലാണ്ട് ഒരാൾ PSC മെമ്പറാവാൻ ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ PSC കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഹോമിയോ ഡോക്ടറുടെ രൂപത്തിൽ അവതരിച്ചിട്ടുള്ള പുതിയ വിവാദവും അപവാദവും. ഇങ്ങനൊരു അപവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടി അതിനോടൊരു കൃത്യമായ സമീപനം പുലർത്തണമല്ലോ. അതുണ്ടാകുന്നില്ല. പരാതി കിട്ടി മാസങ്ങൾക്ക് ശേഷം പോലും ഒരു അന്വേഷണ കമ്മീഷൻ നിയമിക്കുന്നില്ല. പിന്നെ ഇത് മാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ വാർത്ത വന്നതിന് ശേഷമാണ് സർക്കാർ കുംഭകർണം നിദ്ര വിട്ട് ഉണർന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, അന്വേഷിക്കുന്നവരാണ് ഹൈക്കോടതി ജഡ്ജിയൊന്നുമല്ല, അന്വേഷിക്കുന്നത് സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല, സർക്കാരിനെ കുറിച്ച് ഇപ്പം തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു അവമതിപ്പുണ്ട്. അത് വർദ്ധിക്കാനല്ലാതെ കുറയാൻ ഒരു സാധ്യതയും കാണുന്നില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല, 10 കൊല്ലം അടുപ്പിച്ച് ഭരിച്ചാണല്ലോ, ഇനി വേണമെങ്കിൽ 20 കൊല്ലം പ്രതിപക്ഷത്തിൽ ഇരുന്ന് കളയാം എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ വിചാരിക്കും.